45 ദിവസം നല്ല റെസ്റ്റ്, അതായത് ഫുള്ള് കിടക്കുക. പാല് കൊടുക്കുന്ന സമയത്തൊക്കെ എഴുന്നേറ്റ് ബാക്കിയുള്ള സമയം കിടന്നു കഴിഞ്ഞാൽ ആ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാകും. പിന്നീട് മുന്നോട്ട് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാവില്ല. ആ ബാക്ക് പെയിൻ ഒക്കെ നന്നായിട്ട് മാറും ആ സമയത്ത് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ. ഈ സമയത്ത് കുറിഞ്ഞിക്കുഴമ്പ്, പിന്നെ ശരീരം മെലിഞ്ഞവരൊക്കെ ആണെങ്കിൽ വിതാരത്തിലേക്കും തെങ്ങിൻ പൂക്കലത്തിലേക്കും അങ്ങനത്തെ മരുന്നുകളൊക്കെ എടുക്കാം. പ്രസവ സമയത്ത് എന്താണേലും ഫുഡ് കൂടുതലായിട്ട് കഴിക്കും. കാരണം പണ്ട് അമ്മൂമ്മമാർ പറയും 2 പേർക്കുള്ള ഫുഡ് കഴിക്കണം എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് ആ ഫുഡ് എടുക്കാൻ നോർമലി ഒരു ലേഡിക്ക് 10 തൊട്ട് 12 വരെ വെയിറ്റ് കൂടും. പ്രസവശേഷം അത് കുറച്ച് പേർക്ക് നോർമലായിട്ട് പഴയ വെയിറ്റിൽ തന്നെ വരും. ബാക്കി കുറച്ച് പേർക്ക് അങ്ങനെ നിൽക്കും. അതിപ്പം ഹോർമോണൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, തൈറോയിഡിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അവർക്ക് അങ്ങനെ നിൽക്കും. അല്ലാതെ പിന്നെ ജനറ്റിക്കലി അതും വണ്ണം വെക്കാനുള്ള കാരണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഇൻഡൈജഷനൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിലും ലേഹ്യങ്ങൾ അങ്ങനത്തെ ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരുപക്ഷെ മാൽ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാവും. അപ്പോൾ അത് പ്രോപ്പറായിട്ടുള്ള അബ്സോർപ്ഷൻ നടക്കാതെ അല്ലെങ്കിൽ മസിൽസിന് ഹെൽപ്പ് ചെയ്യാതെ അത് അബ്നോർമലായിട്ട് അക്യുമുലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് ഈ ഫാറ്റ് ഡെപ്പോസിഷനൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ഒബീസായിട്ട് മാറാനുള്ള റീസൺ. അപ്പോൾ സമയം തെറ്റി കഴിക്കുക, അല്ലെങ്കിൽ പ്രഗ്നൻസി പീരീഡ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ടൈമിൽ അൺടൈമിൽ ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ഓവർ ഈറ്റിംഗ് അങ്ങനത്തെ ഇത് വരുമ്പോഴാണ് അത് കുറച്ചുകൂടെ എഫക്റ്റ് ആകുന്നത് എന്നുള്ളതാണ്. അതല്ലാതെ ലേഹ്യത്തിന് നമ്മളെ ഒരു എന്താ പറയുക ഒരു അമിതവണ്ണത്തിലോട്ടൊക്കെ കൊണ്ടുപോകാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അത് ഓരോരുത്തരുടെ മെറ്റബോളിസത്തിന്റെ കണ്ടീഷൻ വെച്ചിട്ട് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ അതിന് ഒരുപാട് ഫാക്ടറിൽ ഒന്ന് മെറ്റബോളിസമാണ്, അല്ലെങ്കിൽ ജനറ്റിക്കലാണ്, തൈറോയിഡാണ്, ഹെൽത്ത് ആണ്. അവരുടെ എല്ലാ ഇതും കൂടെ കളക്റ്റീവ്ലി ആണ് നമുക്ക് ആ ഒരു ഒബിസിറ്റിയിലോട്ടൊക്കെ കൊണ്ടെത്തിക്കുന്നത്.